നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പൂവച്ചൽ ബസ് സ്കൂളിൽ വൻ അഴിമതി എന്ന ആരോപണം. സ്കൂൾ ടീച്ചർക്കും ബസ് കരാറുകാരനും പങ്കെന്നും ആരോപണമുണ്ട്. ആരോപണങ്ങൾക്കിടെ ഒരാഴ്ചയെ അടച്ചിട്ടിരുന്ന സ്കൂൾ 2-ാം തീയതി തുറന്നപ്പോൾ കരാർ അടിസ്ഥാനത്തിൽ കുട്ടികളെ എത്തിച്ചിരുന്ന ബസ്സുമായി ഉടമ മുങ്ങി. ഇത് കാരണം വ്യാഴാഴ്ച ഇവിടെ കുട്ടികളെ എത്തിക്കാൻ കഴിഞ്ഞില്ല. അതേസമയം ആരോപണ വിധേയയായ അധ്യാപികയെ മാറ്റി നിർത്തി പുതിയ അധ്യാപികയെ തൽക്കാല ചുമതല ഏൽപ്പിച്ചു. എങ്കിലും സ്കൂൾ പ്രവർത്തിക്കാൻ സാധിച്ചില്ല. കാട്ടാക്കട പുന്നംകരിക്കകത്ത് 56 വിദ്യാർത്ഥികളുമായി പ്രവർത്തിക്കുന്ന ബഡ് സ്കൂളിലാണ് ഇവിടുത്തെ അധ്യാപികയും സ്കൂൾ ബസ് കരാർ ഏറ്റെടുത്ത ആളുമായി ചേർന്ന് വൻ സാമ്പത്തിക ക്രമക്കേട് നടത്തി സ്കൂൾ പ്രവർത്തനം അവതാളത്തിലാക്കിയത്. ഇവർ തമ്മിൽ അസ്വാരസ്യത്തിൽ ആയതോടെയാണ് തട്ടിപ്പുകൾ ഓരോന്നായി പുറത്തു വന്നു തുടങ്ങിയത്. ബില്ലുകൾ മാറാൻ അധ്യാപിക പ്രിൻസിപ്പൽ എന്ന ലേബലിൽ സീലുണ്ടാക്കി ബില്ലുകൾ മാറി എടുത്തതായും മറ്റും നേരത്തെ തന്നെ ആരോപണമുയരുകയും ഇതിന് അധ്യാപികയെ താക്കീത് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ കുട്ടികളുടെ ഭക്ഷണം, പച്ചക്കറി, പാചകവാതകം ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിൽ അധിക കണക്കുണ്ടാക്കി തുക വെട്ടിക്കുകയും 10 കിലോമീറ്റർ ചുറ്റളവിൽ കുട്ടികളെ എത്തിക്കാൻ പോകുന്ന ബസ്സിന് ദിനവും 150-ൽ അധികം കിലോമീറ്റർ ഓടിയതായി കാണിച്ചിട്ടുള്ള അനുവദിച്ചിട്ടുള്ള ഏറ്റവും കുറഞ്ഞ തുകയായ 2500-ന് പകരം 3500-ഓളം രൂപ തട്ടിയെടുത്തതായും ആരോപണമുണ്ട്. ഭക്ഷണം പാകം ചെയ്യാൻ വാങ്ങുന്ന പലവ്യഞ്ജനം, മുട്ട, മത്സ്യം, മാംസം, തേങ്ങ, പുളി എന്നിവയൊക്കെ വാങ്ങിയ ശേഷം കിട്ടുന്ന അസൽ ബില്ലുകൾ മുക്കി പകരം ഇവർക്ക് സ്വാധീനമുള്ള ഇടങ്ങളിൽ നിന്ന് കൂടുതൽ തുക എഴുതി ഇൻവോയിസ് ഉണ്ടാക്കിയാണ് പഞ്ചായത്തിൽ സമർപ്പിച്ച വ്യാജ സെയിൽ പതിച്ച് ബില്ല് മാറിയെടുത്തിട്ടുള്ളത്. ആഴ്ചയിൽ 200 രൂപയ്ക്ക് പച്ചക്കറി മതിയെന്നിരിക്കെ 3500 രൂപയാണ് ഒരു മാസത്തെ പച്ചക്കറി വാങ്ങിയ കണക്ക്. 56 കുട്ടികളുണ്ടെങ്കിലും ശരാശരി 20ഓളം പേരെ ക്ലാസ്സിൽ ഉണ്ടാകും. എന്നാൽ 40ഓളം പേരുടെ കണക്ക് കാണിച്ചാണ് മുട്ട, പാൽ, പച്ചക്കറി എന്നിവയൊക്കെ കണക്കുണ്ടാക്കുന്നത്. ഇതൊക്കെ പഞ്ചായത്ത് അറിഞ്ഞിട്ടും ഇതിൽ കടുത്ത നടപടി സ്വീകരിക്കാത്തതിൽ ദുരൂഹതയുണ്ടെന്നും പഞ്ചായത്ത് അംഗങ്ങൾ ആരോപിച്ചു. CPM ഭരിക്കുന്ന പഞ്ചായത്തിൽ കോൺഗ്രസും BJP ജനപ്രതിനിധികളും ബഡ് സ്കൂൾ സ്ഥിതി ചെയ്യുന്ന വാർഡിലെ പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ പരാതികൾ ഉന്നയിച്ചെങ്കിലും ടീച്ചറുടെ സ്വാധീനത്തിന് മുന്നിൽ ഒരു നടപടിയും ഉണ്ടായില്ല എന്നാണ് ഇവർ പറയുന്നത്. മുഖ്യമന്ത്രി വന്നപ്പോൾ VIP പട്ടികയിൽ പഞ്ചായത്തിൽ നിന്ന് പോയ ഏക വനിതയാകുമ്പോൾ അവരുടെ സ്വാധീനത്തിന് മുന്നിൽ തങ്ങളുടെ പരാതി മുങ്ങിപ്പോകുന്നുവെന്നും പഞ്ചായത്ത് അംഗങ്ങൾ പറഞ്ഞു. എന്നാൽ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് BJP പഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റിയിൽ സ്കൂൾ അഴിമതിയും ക്രമക്കേടുകളും അന്വേഷിക്കണമെന്നും ടീച്ചറെയും ബസ് കരാർ ഏറ്റെടുത്ത ആളുടെയും ബഡ് സ്കൂളിലെ ചെയ്തികളെയും അവരുടെ പണം ഉൾപ്പെടെയുള്ള ഇടപാടുകളെക്കുറിച്ച് വിശദമായി അന്വേഷിച്ച് നടപടി സ്വീകരിക്കണമെന്നും ഇല്ലെങ്കിൽ വിഷയം പൊതുജനത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ സമര നടപടികൾ നടത്തുമെന്നും പറഞ്ഞതോടെ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി വിഷയം പഠിച്ച് റിപ്പോർട്ട് നൽകാൻ ഭരണസമിതി ചുമതല നൽകിയിരിക്കുകയാണ്. ഇതിനിടെയാണ് കരാർ നൽകിയ ബസ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പിൻവലിച്ച് ഉടമ മുങ്ങിയത്. അതേസമയം നാളിതുവരെയുള്ള മുഴുവൻ രജിസ്ട്രാറുകളും കണക്കുകളും രേഖകളും പരിശോധിച്ച് നഷ്ടപ്പെട്ട പണം ഇവരിൽ നിന്നും ഈടാക്കണമെന്നും വ്യാജ ബില്ലുകൾ ഉൾപ്പെടെ മാറിപ്പോയ സ്ഥിതിക്ക് പഞ്ചായത്തിലെ അന്വേഷണത്തിലും നടപടിയിലും തീരുമാനം ആകില്ല എന്നും ബഡ് സ്കൂൾ വിവാദം വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്നതുമാണ് കോൺഗ്രസ് അംഗം കട്ടക്കോട് തങ്കച്ചൻ, BJP അംഗം ജിജിത്ത് എന്നിവർ ആവശ്യപ്പെടുന്നത്. സ്കൂൾ പ്രവർത്തനം ഇനി തടസ്സപ്പെടില്ല എന്നും ഉടൻ തന്നെ ബസ് സൗകര്യം ഏർപ്പെടുത്തുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സനൽകുമാർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത. 56 കുട്ടികൾ. പിന്നെ നമുക്ക് എത്ര കുട്ടികൾ ഇവിടെ സ്ഥിരമായിട്ട്? 18-20 വരും. എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ മാത്രം 10-30 വരും. മുഴുവൻ കുട്ടികളും അങ്ങനെ എല്ലാവരും എത്താറില്ല. ഉണ്ട്, അങ്ങനെയാണ്. ഓക്കെ, നമുക്കിവിടെ ഒരു മാസം അല്ലെങ്കിൽ ഒരു ദിവസം എത്ര പിള്ളേർക്ക് നമുക്ക് ഇവിടുന്ന് ഭക്ഷണം കൊടുക്കുന്നത്? ഭക്ഷണം ഇവിടെയല്ലേ കൊടുക്കുന്നത്? എങ്ങനെ ഇവിടെ പാചകം ചെയ്യുമോ പുറത്തുകൊണ്ട്? അപ്പോൾ അതിനുള്ള സാധനം എങ്ങനെ ആഴ്ചയിൽ എടുക്കുമോ ദിവസം എടുക്കുമോ? ഇല്ല, മാസത്തിലാണ് സപ്ലൈ ചെയ്യുന്ന സാധനം എടുക്കുന്നത്. പച്ചക്കറി ആഴ്ചയിൽ ഒരു 200 രൂപയുടെ കിറ്റാണ് ഇപ്പൊ വാങ്ങണം. ഇപ്പൊ തീരുന്നതിനനുസരിച്ചാണ് ഞങ്ങൾ വാങ്ങുന്നത്. ഞങ്ങൾ തന്നെയാണ് ഇപ്പൊ പഞ്ചായത്തിന്റെ കണക്ക് കാരണം ഞങ്ങൾ തന്നെയാണ് പോയി പർച്ചേസ് ചെയ്യുന്നത്. നേരത്തെ പർച്ചേസ് വേറെ ആളോ? സജു എന്ന് പറയുന്ന ഇവിടുത്തെ ഡ്രൈവറും ടീച്ചറുമായിരുന്നു നടത്തിക്കൊണ്ട്. ആ സമയത്ത് ഞാൻ അന്ന് ഒരു 2 മാസം ഒരു ഇവിടുത്തെ വാർഡ് മെമ്പറും ആയിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു ടീച്ചറുമായിട്ട്. അപ്പൊ ആ സമയം മുതൽ ഇവിടെ എന്തോ അഴിമതി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അപ്പം പഞ്ചായത്തിൽ നിന്ന് വിളിച്ചോട്ട് നിങ്ങൾ തന്നെ പർച്ചേസ് നടത്തിക്കോളാം. അപ്പൊ നേരത്തെ ഈ പച്ചക്കറിയൊക്കെ വാങ്ങുന്നതിൽ കൂടുതൽ അങ്ങനെ എന്തോ അറിഞ്ഞായിരിക്കും പഞ്ചായത്ത് നമ്മള് നിങ്ങൾ വന്നതിന് ശേഷം എന്തായാലും ആഴ്ചയിൽ 200 രൂപയ്ക്ക് വേണ്ടി വരും. 200 രൂപയ്ക്ക് വാങ്ങും. അപ്പൊ ഈ മറ്റേ അരി സാധനങ്ങളൊക്കെ അതൊക്കെ ഒരു ചാക്ക് എടുക്കും. അത് എല്ലാ മാസവും ചിലപ്പോൾ എടുക്കില്ല, എടുക്കാത്ത മാസം ഉണ്ട്. അത്രേ ഉള്ളൂ. ഈ പിന്നെ പാചകം എങ്ങനെ ഇവിടെ വിറകാണോ ഗ്യാസാണോ? ഗ്യാസാണ്. അത് എത്ര വേണ്ടി വരും നമുക്ക്? 2 മാസത്തേക്ക് ഒരു കുറ്റി ഗ്യാസ് വാങ്ങും. അപ്പൊ ഇപ്പോഴും നേരത്തെ കൂടെ ഉണ്ടായിരുന്നോ? ഞാൻ വന്ന കാര്യം എടുക്കും, പക്ഷേ നമുക്ക് ബില്ല് അവർ എത്രയാണെന്ന് അറിഞ്ഞു. 2 കുറ്റി എടുക്കും. അപ്പൊ ഇവിടെ ബഡ്സ് കമ്മിറ്റി കൂടിയായിരുന്നു. അപ്പോഴ് ഇപ്പൊ എല്ലാ സാധനങ്ങളും അവരെ റേറ്റ് അനുസരിച്ച് കുറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്ന് പറഞ്ഞായിരുന്നു. അതിനുശേഷം ടീച്ചറിന് എന്റെ കൂടെ ഒരു ചെറിയൊരു വിരോധം ഉണ്ടായിരുന്നു. അല്ല, ഞാൻ ചോദിക്കട്ടെ, അതിപ്പോ നമ്മളിപ്പോ പഞ്ചായത്തിലെ നിങ്ങളിപ്പോ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ ബുക്കിൽ രജിസ്റ്റർ ചെയ്തിരിക്കുമല്ലോ, അപ്പൊ അത് പഞ്ചായത്തിൽ കൊടുക്കുക. അപ്പൊ അത് അറിയാൻ പറ്റില്ല അവർക്ക്? അങ്ങനെ
വന്ന് നോക്കും. അവര് അതിന് ശേഷമാണ് പറഞ്ഞത് ഇപ്പോഴുള്ള ബഡ്ജറ്റ് കുറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ പിള്ളേർക്ക് ഫുഡും വേണം, എന്നാൽ ഇതുപോലെ പോവുകയും വേണം, സാധനങ്ങളൊന്നും പാഴാക്കി കളയരുതെന്നും പറഞ്ഞു. ഈ ഇപ്പം നിങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്ന കൊടുക്കുക, പുറത്തുനിന്ന് ആരെങ്കിലും ചെയ്യാറുണ്ടോ? അങ്ങനെ സ്പോൺസർഷിപ്പ് അങ്ങനെ സ്പോൺസറായിട്ട് വരും, അത് പഞ്ചായത്തെ അറിയിക്കുമെന്നുള്ളത് ഞങ്ങൾക്ക് അറിഞ്ഞില്ല, അത് ടീച്ചറിന്റെ ഉത്തരവാദിത്വം. അപ്പോൾ ഈ പുറത്തുനിന്ന് ആൾ കൊണ്ടുവരുമ്പം അന്ന് നേരത്തെ പറഞ്ഞിട്ടാണോ അതോ? നേരത്തെ ടീച്ചറിനെ അറിയിക്കും. അപ്പോൾ അങ്ങനെ അന്നത്തെ അപേക്ഷ കൊടുക്കും. അപ്പോൾ ഇന്ന ദിവസം ഇവിടെ ഭക്ഷണം കൊണ്ടുവരുമെന്ന് പറയും. അപ്പോൾ അന്ന് ഇവിടെ ഭക്ഷണം നിങ്ങൾ പാചകം ചെയ്യണ്ടല്ലോ? അന്ന് ഇല്ല, അന്ന് ചെയ്യും. അപ്പോൾ അതും കണക്കിൽ വരുമോ? അത് കണക്കിൽ വരുമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞു. ഞങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ കയറിയതിനു ശേഷമുള്ള ഫുഡ് കൊണ്ടുവരുന്നത് വരെ എഴുതി വെച്ചിട്ടാണ്. ഇപ്പം നിലവിൽ ഇങ്ങനെ ഒരു ഇവിടെ ടീച്ചർ ഇപ്പം മാറ്റിയെന്നൊക്കെ കേട്ടു, പുതിയ ആൾ വന്നത്. അതിന്റെ എന്തെങ്കിലും പ്രത്യേകിച്ച് ഇത് തന്നെയാണോ വിഷയം, എന്തെങ്കിലും വിഷയം ഉണ്ടോ ഇവിടെ? ഇവിടെ ഈ സാധനങ്ങളെ ചൊല്ലി ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ വന്നതിന് ശേഷം. പിന്നെ അതിന് മുന്നേ എന്തെങ്കിലും വിഷയം ഉണ്ടോ ഇവിടെ? നേരത്തെ ഒരു വിഷയം ഇല്ലായിരുന്നു. പിന്നെ ഈ ബില്ലും കണക്ക് അവരാണ് എഴുതുന്നത്, സജുവും ടീച്ചറും കൂടെയാണ് എഴുതുന്നത്. അതില് ബില്ലും കണക്ക് എഴുതുന്നത് നമുക്കും ഒരു ബുക്കുണ്ട്, നമ്മൾ അതിൽ എഴുതി വെക്കും എത്ര സാധനം വാങ്ങിക്കുന്നു, എന്തെടുക്കുന്നു, ആരൊക്കെ സ്പോൺസർ തരുന്നു എന്നെല്ലാം എഴുതി വെക്കും. അന്നത്തെ ദിവസം ആഹാരം കൊടുക്കാത്തെല്ലാം എഴുതി വെക്കുന്നുണ്ട്. പക്ഷെ ഇത് പഞ്ചായത്തുകാരോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവർ വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് പിന്നെ ഇപ്പൊ നമ്മൾ ഈ വൈരാഗ്യ കണക്കുകൾ തമ്മിലുള്ളത്, പിന്നെ ടീച്ചറും സജുവും തമ്മിലുള്ള ടീച്ചർ ബയോഗ്യാസ് പ്ലാന്റ് ഇവിടെ ചെയ്തായിരുന്നു. അപ്പൊ ഇതുപോലെ ഞങ്ങള് ഗ്യാസിൽ അത് കുറച്ച് സാധനം ഞങ്ങൾക്ക് ഇവിടത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോഴിതുപോലെ ഒരു ദിവസം അടുക്കളയിൽ വന്നിട്ട് എൻ്റെ കൂടെ പറഞ്ഞ് ഗ്യാസ് എടുക്കാം, പക്ഷെ ഗ്യാസിന്റെ പൈസ നമുക്ക് മറിക്കാം എന്നൊരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അതിനോട് എനിക്ക് താല്പര്യപ്പെടാൻ പറ്റൂല. എന്ന് വെച്ചാൽ ഭിന്നശേഷി കുട്ടികൾക്ക് കൊണ്ടുവരുന്ന സാധനങ്ങളാണ്, അത് നമ്മള് തിന്നാൻ ദഹിക്കില്ല, അറിയാമല്ലോ. അപ്പോഴും എൻ്റെ വീട്ടിലെ മക്കളെക്കാട്ടി ഞാൻ സത്യം പറഞ്ഞ ഈ ജോലി പൈസ മോഹിച്ചല്ല നമ്മൾ പറഞ്ഞത്, ഈ കുട്ടികളുടെ ഇഷ്ടം കൊണ്ട് കാരണമാണ് പറഞ്ഞത്. പൈസ മോഹിച്ച് ചെയ്യാൻ നമുക്ക് തുച്ഛമായ പൈസ കിട്ടിയില്ലെങ്കിലും ചിലപ്പോൾ കുഴപ്പമില്ല. എന്ന് വെച്ചാൽ പിള്ളേരുമായിട്ട് നമുക്ക് നല്ല അടുപ്പമാണ്. അവർ രണ്ടുപേരും തന്നെ കണക്ക് എഴുതുന്നതും ബില്ല് ഒട്ടിക്കുന്നതെല്ലാം അവർ തന്നെ. നമ്മൾ ആരും കൊണ്ട് ഒട്ടിക്കൂല, നമ്മൾ ആ പരിസരത്ത് പോവാൻ സമ്മതിക്കൂല. അവരെഴുതിക്കൊണ്ടിരിക്കുന്നത് അവർ രണ്ടുപേരാണ് ചെയ്യണം. കണക്കും കാര്യങ്ങളും സാധനം വാങ്ങിച്ചോണ്ട് പറഞ്ഞ സജുവാണ്, മീൻ വാങ്ങിച്ചോണ്ട് പറഞ്ഞ സജുവാണ്, പിന്നെ പാല് അവിടെ നിന്ന് കൊണ്ടുവരും, ഇറച്ചി മെമ്പർ ഭർത്താവാണ് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ ഇവിടെ ഉള്ള എല്ലാ പിള്ളേരെയും ഈ വണ്ടി തന്നെ കൊണ്ടുവരും, അവിടെ വണ്ടി തന്നെ എല്ലാ പിള്ളേരെയും. 2 കുട്ടികളും നടന്നു പറഞ്ഞ, ബാക്കി എല്ലാവരും എത്ര ദൂരം വരെ ഉള്ളതുണ്ട് ഇവിടെ അടുത്തുള്ള മുളമൂടും. അപ്പൊ ഒരു ദിവസം എത്ര, ഒരു 10-50 കിലോമീറ്ററിനുള്ളിലുള്ളവരേ ഉള്ളൂ? അത്രയും വരുമോ? അല്ല, നമുക്ക് ആരനാടൊക്കെയുണ്ട് പിള്ളേർ. ആരനാട് പോയിട്ട് കാട്ടാക്കടയുണ്ട്. ഒരു 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകളിലേ ഉള്ളൂ, അത്രേ വരുള്ളൂ. ഇത് കിലോമീറ്റർ അനുസരിച്ചാണ് ബുക്കിൽ എഴുതുന്നത്. പിന്നെ എടുക്കാത്ത കുട്ടികളുണ്ടായിരുന്നു. ഈ ഇപ്പൊ പ്രശ്നം തുടങ്ങിയത് ഈ സാധനങ്ങളുടെ പേരിൽ തന്നെയാണ്. ഞങ്ങളെ നിരന്തരം പ്രശ്നമായിരുന്നു. ഞങ്ങള് ഇപ്പൊ പഞ്ചായത്തിനെ വളർത്തായിരിക്കണമെന്നും പറഞ്ഞിട്ടൊക്കെ പ്രശ്നമായി. നിങ്ങൾ കറക്റ്റ് കണക്ക് കൊടുക്കാൻ പാടില്ല എന്നാണ് വിട്ടത്. പക്ഷെ പഞ്ചായത്തിൽ നമ്മളെ അടുത്ത് നല്ല സപ്പോർട്ടായിരുന്നു. പ്രസിഡന്റിനായാലും ഇവിടെ വന്ന മറ്റു ഉദ്യോഗസ്ഥർക്കായാലും നമ്മളോട് ഇപ്പൊ കണക്ക് കാര്യങ്ങളെല്ലാം കറക്റ്റാണ്, അവര് നോക്കണമുണ്ട്, വെരിഫിക്കേഷൻ ചെയ്യണമുണ്ട്. ഇന്നും മാഡം വന്ന് വെരിഫിക്കേഷൻ ചെയ്താണ് പോയി. ഞങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യണം. പക്ഷെ ഇവർ തമ്മിൽ എന്താണ് കാണിക്കണമെന്ന് നമുക്ക് അറിഞ്ഞൂടല്ലോ. അവർ തമ്മിലുള്ള പ്രശ്നത്തിനാണ് ഈ സ്കൂളിന് മൊത്തത്തിൽ പ്രശ്നമായിരിക്കുന്നത്. അവർ തമ്മിൽ ചെറിയ വിഷയങ്ങളുണ്ട്, രണ്ടുപേരും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്, അറിയാമല്ലോ. ഇന്ന് ഒരു വലിയ വേദനാജനകമായ ദിവസമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പൂവച്ച പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം. ഞങ്ങൾ ജനപ്രതിനിധിയാണ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, ഈ ബഡ് സ്കൂളിൽ കുട്ടികളില്ല. ഇന്ന് ഈ സമയത്ത് ഇവിടെ ഇരിക്കേണ്ട കുറേ കുട്ടികൾ വീടുകളിലാണ് ഇരിക്കുന്നത്. രക്ഷിതാക്കൾ ജോലിക്ക് പോകാതെയും എല്ലാം കുട്ടികളെ സംരക്ഷിച്ച് വീടുകളിൽ ഇരിക്കുകയാണ്. കാരണം എന്താണ്? ഈ സ്കൂളിൽ നടന്ന ഒരു അഴിമതിയാണ്. അത് കാലാകാലങ്ങളായി ഈ ഞങ്ങൾ ഭരണസമിതി കയറി 6ാമത്തെ മാസം തന്നെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. BJPയുടെ മെമ്പർമാരെല്ലാവരും ചേർന്ന് അന്ന് തന്നെ രേഖാമൂലം പരാതി നൽകിയിരുന്നു. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 43 കുട്ടികൾക്കുള്ള ഭക്ഷണമാണ് ഇവിടെ നൽകുന്നതെന്ന് പറഞ്ഞു. 43 കുട്ടികളുടെ സ്ട്രെങ്ത് ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ വന്ന് സ്ഥിരം നോക്കുന്ന സമയത്ത് 21 കുട്ടികളോ 22 കുട്ടികളേ ഉള്ളൂ. അപ്പം സ്വാഭാവികമായിട്ടും അവർ പറയുന്നത് ബാക്കി കുട്ടികൾ വീട്ടിലാണ്. ശരി, സമ്മതിക്കാം. പക്ഷേ ഈ 43 കുട്ടികൾക്കുള്ള ഭക്ഷണം എന്തിനാണ് വാങ്ങിക്കുന്നത്? അതിന് കണക്കുണ്ട്. ഈ പറയുന്നത് അരിയുടെ കാര്യത്തിൻ്റെ അല്ല, മുട്ടയുടെ ആയിരുന്നാലും ഇറച്ചിയുടെ ആയിരുന്നാലും എല്ലാത്തിനും കണക്കുണ്ട്. ആ കണക്ക് വെച്ചാണ് ഇതെല്ലാം പറയുന്നത്. ഇതെല്ലാം മാറ്റിക്കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഇത്രയും നടക്കുന്നത്. അപ്പം ഞങ്ങൾ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ആദ്യമേ വന്നത് ഞങ്ങളുടെ ഭരണസമിതി. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഇതിന് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. ഈ ബഡ് സ്കൂളിന് ഒരു മാനേജ്മെന്റ് കമ്മിറ്റിയുണ്ട്. അതിന്റെ തലപ്പത്തിരിക്കുന്നത് MLA ആണ്. എവിടെ പോയി അദ്ദേഹം? ഞാൻ ചോദിക്കുന്ന അതാണ്. അത് രേഖകൾ നോക്കിയാൽ അറിയാം. പക്ഷേ BJPയുടെ ഒരു ജനപ്രതിനിധിയോ അല്ലെങ്കിൽ BJPയുടെ ഒരു അംഗത്തെ അല്ലെങ്കിൽ ഒരു BJP പ്രവർത്തകരെ പോലും ഈ ബഡ് സ്കൂൾ മാനേജ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതേസമയത്ത് കോൺഗ്രസിന്റെ ആൾക്കാരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒരാളുണ്ട്, അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾക്ക് ആ ബഡ് സ്കൂളിന്റെ രേഖകൾ പരിശോധിച്ചാൽ തന്നെ അറിയാം. ഞാനിപ്പോൾ പരസ്യമായിട്ട് പറയേണ്ട ആവശ്യമില്ല.
അങ്ങനെ അവരുടെ എല്ലാവരുടെയും പ്രതിനിധികളെ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അത് നടന്നു കാണില്ല. മാനേജ്മെന്റ് കമ്മിറ്റികൾ നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നടന്നു കാണില്ല. അന്ന് ഈ പറയുന്ന ആ കാലഘട്ടം തൊട്ട് നമ്മൾ ഇതിന്റെ പുറകിൽ ഈ പ്രശ്നവും സമരവും കാര്യങ്ങളായിട്ട് പോയി തുടർന്ന് വന്ന ASന്റെ അടുത്തൊക്കെ പരാതി കൊടുക്കുകയും AS ചില നടപടികൾ എടുത്തപ്പോൾ അവർ രൂക്ഷമായിട്ട് നമുക്കെതിരെ തിരിയാൻ തുടങ്ങി. അപ്പോൾ പറയുന്നത് എന്താണ്? ബഡ് സ്കൂൾ കുട്ടികളുടെ ഭാവിയെ തുലയ്ക്കുന്നു, നമ്മൾ അതിലേക്ക് തിരിയുന്നു എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തിനാണ് ഇങ്ങനെ എന്നാലും ഞങ്ങൾ പുറകിലോട്ട് പോയില്ല. ഞങ്ങൾ വീണ്ടും സമരപരിപാടികൾ ഉന്നയിച്ചില്ലെങ്കിലും പരാതികളുമായിട്ട് മുമ്പോട്ട് പോയി. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായത്. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഏതെങ്കിലും കമ്പിക്കടയിൽ ഇറച്ചിയുടെ ബില്ല് കൊടുക്കാൻ പറ്റുമോ? ഒറ്റ കാര്യം ഞാൻ ചോദിക്കുള്ളൂ, ഒരു കമ്പിക്കടയിൽ നിന്ന് ഇറച്ചിയുടെ ബില്ല് കൊടുക്കാൻ പറ്റുമോ? ഒരു മുറുക്കാൻ കടയിൽ ഒരു പാലിന്റെ ബില്ല് കൊടുക്കാന്ന് പറയാം. മുറുക്കാൻ കടയിൽ നിന്ന് കൊടുക്കുന്ന ബില്ലാണെങ്കിൽ വേറെ പലതുമാണ്. അത്തരത്തിൽ ബില്ല് പാസ്സായി പോയിട്ടുണ്ടോ? എല്ലാ ബില്ലുകളും പാസ്സായി വരുന്നു. അത് രേഖാസഹിതം പരാതിയും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ടീച്ചറെ മാറ്റി നിർത്തിക്കൊണ്ടൊരു അന്വേഷണമാണ് ഇവിടെ വേണ്ടത്, ഒരു സമഗ്രമായ അന്വേഷണം. കാരണം അന്ന് ഈ ടീച്ചറും ഈ പറയുന്ന ഡ്രൈവറും എല്ലാവരും ഒരുമിച്ചായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് വീടാനൊന്നും വന്നിട്ടില്ല. ഈ രഹസ്യങ്ങളെല്ലാം ഒതുങ്ങിപ്പോയി. ഇന്ന് അവർ രണ്ടായ സമയത്ത് ഇതെല്ലാം വിളിച്ചു പറയാൻ തുടങ്ങി. കുറ്റങ്ങളും തെറ്റുകളും ആരൊക്കെയാണ് എന്തൊക്കെ കള്ളത്തനം കാണിച്ചിട്ടുണ്ടെന്ന് പറയാൻ തുടങ്ങി. അപ്പം നിങ്ങൾ സ്വാഭാവികമായിട്ട് ജനങ്ങൾ ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ മുഖ്യമന്ത്രി വന്ന നവകേരള സദസ്സിലെ മുഖ്യ അതിഥിയായി ഒരു വനിത ഉണ്ടായിരുന്നുള്ളൂ, അത് ഇവിടുത്തെ ടീച്ചറാണ്. അത്രയ്ക്ക് സ്വാധീനമുള്ളവർക്കെതിരെ നമ്മൾ എന്ത് പ്രതികരിക്കാൻ സാധിക്കും? ഇതാണ് വിഷയം. ഈ ഒറ്റ കാരണം കൊണ്ടാണ് പല ആൾക്കാരും മിണ്ടാതെയും പറയാൻ പറ്റാതെ മിണ്ടാതെയൊക്കെ ഇരുന്നത്. ഇത്രയും വിഷയങ്ങൾ ഉണ്ടായിട്ടും ആർക്കും ഒരു നടപടി എടുക്കാൻ സാധിക്കുന്നില്ല അവർക്കെതിരെ. അവർ ഇപ്പോൾ പറഞ്ഞു വിട്ട അതോടുകൂടി ഈ അഴിമതി എല്ലാം നശിക്കുകയാണ്. ഇത്രയും ലക്ഷങ്ങൾ ഇവിടെ പോയി. അവരെ നിർത്തിക്കൊണ്ട് പകരം ടീച്ചറെ വയ്ക്കാൻ വേണ്ടി കമ്മിറ്റി തീരുമാനം എടുത്തിട്ടുണ്ട്, താൽക്കാലികമായ ഒരു ടീച്ചറെ ഏൽപ്പിക്കാനും. അവരെ നിർത്തിക്കൊണ്ട് ഇത് അന്വേഷിക്കണം. പഞ്ചായത്തിന് സംയുക്തമായിട്ട് എല്ലാ മെമ്പർമാരും കൂടെ ചേർന്ന് ഒരു ആരോപണമല്ല, ഒരാശയം മുന്നോട്ട് വെച്ചു. ASനെ വിട്ട് ഇത് അന്വേഷിച്ച് റിപ്പോർട്ട് ഭരണസമിതിക്ക് നൽകുക. പഞ്ചായത്ത് സമിതിക്ക് ഇതിന്റെ റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ തുടർ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ കമ്മിറ്റി കഴിഞ്ഞതേ ഉള്ളൂ, മെനഞ്ഞാന്ന് കമ്മിറ്റി കഴിഞ്ഞതേ ഉള്ളൂ. അതിന്റെ തുടർ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഈ പറഞ്ഞതുപോലെയാണ് ഇവിടുത്തെ ആരോപണവും കാര്യങ്ങളും വരുന്നത്. പക്ഷേ ഈ പറഞ്ഞ ഇവിടെ റിപ്പോർട്ട് പഞ്ചായത്ത് AS സമർപ്പിച്ചാൽ ഭരണസമിതിയിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റും. അത്തരത്തിലൊരു അന്വേഷണം മാത്രം ഇത് ഒതുങ്ങുന്ന ഒരു വിഷയമാണോ? അല്ല, അത് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ അടുത്ത് ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു മുഖ്യമന്ത്രിയുടെ കൂടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹം ഏത് ലെവലിലായിരിക്കും അവർ. അപ്പോൾ അവരെ നമ്മൾ മുന്നോട്ട് സമര പരിപാടികളായിട്ട് മുമ്പോട്ട് പോകാതെ ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് ഈ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ. റിപ്പോർട്ട് വന്നതിന് ശേഷം ഞങ്ങൾ സമരപരിപാടിയായി ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇതിൽ മെമ്പർമാർ ഈ സമരപരിപാടിയായിട്ട് മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും. ഇനി പിന്നോക്കമില്ല. കാരണം ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ മനസ്സാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഈ സമരപരിപാടികളുമായി എടുത്തു കാണിക്കാവുന്ന ഒരു സ്ഥാപനമായി മാറേണ്ടതാണ് ഈ ബഡ് സ്കൂൾ. ഈ ആരംഭം മുതൽ നന്നായി പോയതുമാണ്. പക്ഷേ ഇതിനകത്തൊരു വിഷയം എന്ന് പറയുന്നത്, ഈ പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിന് ഒരു കൺട്രോൾ ഇല്ലാത്ത രീതിയിലാണ് ഈ ബഡ് സ്കൂൾ. പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിലും പഞ്ചായത്തിനോ അല്ലെങ്കിൽ ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കമ്മിറ്റി ഇതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് രക്ഷകർത്താക്കളെയും വിദ്യാർത്ഥികളെയും അല്ലെങ്കിൽ ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു കമ്മിറ്റി ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇതിനൊരു പ്രശ്നവും വരില്ലായിരുന്നു. പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ഇത് മാത്രമല്ല, മറ്റ് പല സ്ഥാപനങ്ങളും, നമ്മുടെ പട്ടോളത്ത് പ്രവർത്തിക്കുന്ന പ്ലാസ്റ്റിക് ഷെഡിങ് യൂണിറ്റ് ഉൾപ്പെടെ ഞങ്ങൾ ആരംഭം മുതൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആരംഭം മുതൽ ഇതിൽ പഞ്ചായത്തിനൊരു നിയന്ത്രണം വേണം എന്ന് പറയാറുണ്ട്. ഒരിക്കലും ഇതിന് ചില പുറത്തുള്ള ചില രാഷ്ട്രീയക്കാരുമായി ബന്ധപ്പെട്ടുള്ള നിയന്ത്രിക്കലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും എത്ര പഞ്ചായത്ത് കമ്മിറ്റി പറഞ്ഞാലും അത് എല്ലാം ക്ലിയർ ചെയ്യാം, കണക്കുകൾ കാണിക്കാം. ഇതിൻ്റെ കണക്ക് പോലും പഞ്ചായത്തിൽ യഥാസമയം അവതരിപ്പിക്കാറോ പഞ്ചായത്തിൽ ജനപ്രതിനിധികൾക്കോ അറിയാൻ പറ്റുന്ന സാഹചര്യം. പിന്നെ അത് നമ്മളൊരു സമരമായി രംഗത്ത് വരാത്തത് ആ കുട്ടികളുടെ ഈ വൈകല്യങ്ങളുള്ള കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടാകരുത് എന്ന് കരുതിയാണ് നാളിതുവരെ നമ്മൾ ശ്രമിച്ചിരിക്കുന്നത്. വളരെ അഴിമതിയാണ് ഇതിനകത്ത്. പക്ഷെ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇതിനകത്ത് വലിയ അഴിമതി നടക്കുന്നുണ്ട്. ഒരു ഓഡിറ്റിംഗ് സംവിധാനം പഞ്ചായത്തുമായി ബന്ധപ്പെട്ടോ പഞ്ചായത്ത് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായി ബന്ധപ്പെട്ടോ ഒരു പരിശോധന ഇതിനകത്ത് നടക്കുന്നില്ല. എല്ലാം തോന്നുന്ന വഴിക്കാണ് ഇതിനകത്ത് നടക്കുന്നത്. ഞങ്ങളൊക്കെ പഞ്ചായത്ത് കമ്മിറ്റിയിലൊക്കെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതല്ലാതെ അപ്പോൾ ചോദിക്കും പ്രതിപക്ഷത്തിൻ്റെ ഒക്കെ എന്ത് റോള് എന്ന് ചോദിക്കും.
പക്ഷേ നമ്മൾ വിഷയം ഉണ്ടാക്കി ഇവിടെ വന്ന് സമരമൊക്കെ ഇരുന്ന് വന്നാൽ ആ കുട്ടികളെ ബാധിക്കരുത് എന്ന് കരുതിയാണ് ഞങ്ങൾ ഇതുവരെ ശ്രമിച്ചത്. ഇനി ഞങ്ങൾ ശക്തമായ സമരമായി മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ശരിക്കും അഴിമതി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞില്ലേ, ഒരു ഗ്യാസ് എടുത്താൽ, ഒരു ഗ്യാസ് കുറ്റിയെടുത്താൽ 2 മാസമോ 1 മാസമോ 2 മാസമോ ഒക്കെ ഉപയോഗിക്കാൻ കഴിയുമെങ്കിലും 2 കുറ്റിയുടെ കണക്കെഴുതുക. മാവേലി സ്റ്റോറിൽ ചെന്ന് സാധനം വാങ്ങുമ്പോൾ അതുപോലെ കണക്കിലധികം വാങ്ങുക. ആ സാധനം ഇവിടെ കാണില്ല, അത് വേറെ അവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോവുക. ബില്ല് വരുമ്പോൾ പഞ്ചായത്തിൽ ബില്ല് കൊണ്ടുവരും, പലപ്പോഴും സാധനം ഇവിടെ കാണില്ല. പിന്നെ പച്ചക്കറി വാങ്ങുന്നതിൽ അതുപോലെ നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലായത് ഒരു 200 രൂപയ്ക്ക് വാങ്ങിച്ച 200 രൂപയുടെ ഒരു കിറ്റ് വാങ്ങിച്ചാൽ 7 ദിവസം 8 ദിവസം ഉപയോഗിക്കാൻ പറ്റുമെന്നാണ്. പക്ഷേ ഈ കണക്കിൽ വന്നിരിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ കഴിഞ്ഞ കുറേ കാലമായി ഉള്ള ഓഡിറ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയുടെ വെട്ടിപ്പ് ഇതിനകത്ത് നടന്നിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഓഡിറ്റ് പരിശോധിച്ചായിരിക്കില്ലേ ഇവർക്ക് ഇതുവരെ ഫണ്ട് കൊടുത്തിട്ടുള്ളത്? അത് അതാണ് ഞാൻ പറഞ്ഞത്. അതിന് ഒരു നല്ല രീതിയിലുള്ള ഒരു പരിശോധന അന്വേഷണവും നടക്കാറില്ല. ഇതിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട് ചില ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ അമിതമായ ഇടപെടൽ മനസ്സിലായില്ലേ? ജനപ്രതിനിധികളെ ഇടപെടുത്തിക്കാൻ അനുവദിക്കാതെ ശരിക്കും പറഞ്ഞാൽ വാർഡ് മെമ്പർ ആണ് ഇതിൻ്റെ ഒരു കൺട്രോൾ വേണ്ടിയത്. ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് വാർഡ് മെമ്പറിനെ ഉൾപ്പെടുത്തിയാണ് ഒരു കമ്മിറ്റി ഉണ്ടാക്കേണ്ടത്. വാർഡ് മെമ്പറിന് ഒരു റോളും ഇല്ല ഇവിടെ. വാർഡ് മെമ്പറിനെ ഒരു ചോദിക്കാനോ പറയാനോ പറ്റില്ല. അവിടെ കയറി അമിതമായ രാഷ്ട്രീയം ഇതിനകത്ത് നിൽക്കുന്ന ടീച്ചറാണെങ്കിലും അല്ലെങ്കിൽ അതിനെ സഹായിയായി നിൽക്കുന്നവരാണെങ്കിലും ഒക്കെ പക്ക രാഷ്ട്രീയക്കാരാണ്. ആ ഒരു സംരക്ഷണയിലാണ്, ആ ഒരു അധികാരത്തിന്റെ കുങ്കിലാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ആരും നമ്മളെ ചോദ്യം ചെയ്യാനില്ല. ആര് ചോദിച്ചാലും വിഷയമില്ല. വാർഡ് മെമ്പർ ഒരു CPI ആണെങ്കിലും LDF ആണ്. എന്നാൽ വാർഡ് മെമ്പറിനെ പോലും എന്തെങ്കിലും ചോദ്യം ചെയ്താൽ എതിർക്കുന്ന തരത്തിൽ CPM-ന്റെ രാഷ്ട്രീയം. ഇപ്പൊ ടീച്ചറെ മാറ്റി നിർത്തിക്കുന്നു. അങ്ങനെ മാറ്റി നിർത്തിയാൽ തീരുന്നതാണോ അടുത്ത വിഷയം? മാറ്റി നിർത്തിയാൽ ചെയ്തു, പുതിയ ആൾ വരികയും ചെയ്തു. പുതിയ ആളിനെ താൽക്കാലികമായി കുട്ടികളില്ല വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് അന്വേഷണം ടീച്ചറിനെ മാറ്റി നിർത്തിയതിൽ തെറ്റില്ല. മാറ്റിയല്ല, അവർക്കെതിരെ ശക്തമായ നടപടി എടുക്കുകയും ഇവിടെ നിന്ന് എത്രമാത്രം രൂപ അവരാണ് ഇതിന്റെ ഹെഡ്, അവരാണോ അതിന് ബാക്കി ആരാണ് ഇതിലൊന്ന് ഈ വെട്ടിപ്പുകൾ നടത്തുന്നതെന്ന് ഞാൻ വ്യക്തമായിട്ട് പറയുന്നില്ല. അവരോടുകൂടെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പഞ്ചായത്ത് അന്വേഷണത്തിൽ തീരുമോ? പഞ്ചായത്ത് അന്വേഷണത്തിൽ യഥാർത്ഥത്തിൽ തീരില്ല. പഞ്ചായത്തിന് അങ്ങനെ ഒരു പരിമിതികളുണ്ട്. എങ്ങനെ അന്വേഷിക്കാൻ കഴിയും? അതിനകത്ത് പറ്റില്ല. അത് മാത്രമല്ല, അതിനകത്ത് ഇടപെടലുകൾ ശക്തമായിട്ട് വരും. പഞ്ചായത്ത് പ്രസിഡന്റിനെ കൊണ്ടോ പഞ്ചായത്തിനെ കൊണ്ടോ ഒരു നടപടി എടുക്കാനോ ശരിയായ രീതിയിൽ അന്വേഷിക്കാനോ കഴിയില്ല. അതുകൊണ്ട് പുറത്തുനിന്ന് ഏതെങ്കിലും വിജിലൻസുമായി ബന്ധപ്പെട്ടോ ഒരു അന്വേഷണം നടത്തിയാൽ മാത്രമേ ഇതിൻ്റെ യാഥാർത്ഥിക കണക്കുകളും കാര്യങ്ങളും ക്ലിയറായിട്ട് അറിയാൻ പറ്റൂ. അതുപോലെ നടപടിയും എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇവരിൽ ശക്തമായ ഇടപെടലുകൾ നേരത്തെ തന്നെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വാർഡ് മെമ്പറുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം വന്നപ്പോൾ 15 ദിവസം മാറ്റി നിർത്താൻ പഞ്ചായത്ത് കമ്മിറ്റി 1 മാസം വരെ മാറ്റി നിർത്താൻ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിക്കുകയും എന്നാൽ പഞ്ചായത്ത് പ്രസിഡന്റിൽ രാഷ്ട്രീയപരമായ ശക്തമായ സമ്മർദ്ദം വന്നപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരാണ് അധികാരിയായി മാറി. ഒരു നടപടി അവർക്ക് എടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അതാണ് അതായത് നമ്മൾ കമ്മിറ്റിയിൽ ഉന്നയിച്ചു. മെനഞ്ഞാന്നാണ് ഉന്നയിച്ചത്. മെനഞ്ഞാന്നാണ് കമ്മിറ്റി ആയിരുന്നത്. ഇന്നലെ അവധിയായിരുന്നു. ഇന്നിനി എന്ത് നടപടി എടുത്തെന്ന് അവർക്ക് ASന് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. കാരണം അവരെടുത്താണ് ചോദിക്കുന്നത്. ഞങ്ങൾ ഉദ്യോഗസ്ഥരെടുത്ത് കാര്യങ്ങളെല്ലാം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ആണ് ഇതിനെ കണ്ടെത്തേണ്ടത്. ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ, അവിടുത്തെ ജീവനക്കാർ തന്ന പരാതിയിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഒരു ലാപ്ടോപ്പ്, കുറച്ച് രേഖകളൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്നാണ് പറയുന്നത്. അതൊക്കെ തിരികെ വാങ്ങിയിട്ടുണ്ടോ എന്ന് AS ആണ്. അതുപോലെ സീൽ ഉൾപ്പെടെ എന്തോ തിരുമറി നടന്നത്. സീല് അവർ ടീച്ചറല്ലേ, അപ്പോൾ പ്രിൻസിപ്പലിന്റെ പേരിലാണ് ഒരു സീൽ അടിച്ച് ബില്ലുകൾ മാറിയിരുന്നെന്ന് ഞാൻ കേട്ടു. അത് ശരിയാണോ? അങ്ങനെയെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥരെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രിൻസിപ്പൽ എന്നുള്ള തസ്തികയില്ല. കരാറടിസ്ഥാനത്തിൽ അവരെ എടുക്കുമ്പോഴത്തേക്ക് ടീച്ചർ എന്നുള്ള തസ്തികയിലേക്കാണ് പോസ്റ്റിങ്. അപ്പം എങ്ങനെയാണ് ഇത് പ്രിൻസിപ്പൽ എന്നുള്ള ഇത് ചെയ്തതെന്ന് എനിക്കറിയില്ല. കാരണം അവരെങ്ങനെയാണ് സീലടിച്ചത് അതൊക്കെ കൃത്രിമമാണ്. അതൊക്കെ ഉദ്യോഗസ്ഥരാണ് കണ്ടെത്തി അതിനെതിരെ നിയമ നടപടി എടുക്കണമെന്നാണ് പറയുന്നത്. കാരണം ഇവരുടെ മുമ്പിൽ കൂടിയാണ് ഫയലുകൾ കയറി ഇറങ്ങുന്നത്. അപ്പോൾ അവർക്കറിയില്ല ഇങ്ങനെ ഒരു തസ്തികയില്ലാന്ന്. അപ്പോൾ അതെന്തുകൊണ്ട് ഇവർ ചെയ്ത് ഇതിന് മുമ്പ് ഇവർ സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നാൽ പോലും പക്ഷേ അത് കർശനമായിട്ട് വിലക്കിക്കൊണ്ട് ടീച്ചർ എന്നുള്ള തസ്തിക, അവർക്ക് ടീച്ചർ എന്നാണല്ലോ, ഷൈനി ജോൺ എന്നുള്ള ടീച്ചർ പോസ്റ്റിങ്ങിലാണ് അവിടെ നിയമിച്ചത്. അതത്രയും ചെയ്താൽ മാത്രം മതി എന്നാണ് എനിക്ക് പറയാനുള്ളത്.
അല്ലാതെ കുറച്ച് വിവരാവകാശപരമായിട്ട് ഇവിടെ സാധാരണപ്പെട്ട ജനങ്ങൾ കൊടുത്തതിൻ്റെ ഓരോരുത്തർ കൊടുത്തിട്ട് വാർഡ് മെമ്പർ എന്ന നിലയിൽ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നത് ഞാനും പ്രതിയാക്കുന്ന രീതിയിൽ നിങ്ങളിത് അറിഞ്ഞില്ലേ, നിങ്ങളും ഇതിന് കൂട്ടു നിൽക്കുകയാണോ എന്നുള്ള തരത്തിലാണ് എന്നിലേക്ക് വരുന്നത്. അപ്പോഴത്തേക്കും ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞ മറുപടി, ഞാൻ ഇതിന് കൂട്ടു നിൽക്കുന്നിട്ടില്ല, ഞാൻ എന്നിൽ കണ്ട കാര്യം ഞാൻ അവരുടെ അടുത്ത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഒരു ശ്രദ്ധയിൽപ്പെട്ടതാണ്, എന്നിൽ അവരൊരു പരാതി വിജിലൻസിന് കൊടുത്തതായിട്ട് ഒരു പരാതിയായിട്ട് എൻ്റെ അടുത്ത് വന്ന് അതിൻ്റെ ഒരു കോപ്പി എനിക്ക് കാണിച്ചു തന്നിരുന്നു. അവരുടെ അടുത്ത് ഞാൻ അത് ഇങ്ങനെ വായിച്ച് നോക്കിയപ്പോഴത്തേക്ക് സ്റ്റോക്ക് രജിസ്റ്ററിൻ്റെ കാര്യം എടുത്തിട്ടുണ്ട്, ഇവിടെ നിന്ന് ഉദ്യോഗസ്ഥർ ഒപ്പിട്ട് കൊടുക്കുന്ന എൻ്റെ അടുത്ത് സ്റ്റോക്ക് രജിസ്റ്ററിൽ നിന്ന് മാത്രമേ ഉള്ളൂ, അത് ഏത് വോള്യത്തിലാണെന്നോ ഏത് സ്റ്റോക്ക് രജിസ്റ്ററിൻ്റെ ഏത് പേജിലാണെന്നോ ഒന്നും എഴുതിയിട്ടില്ല എന്ന് ആ കൊടുത്തിരിക്കുന്ന പരാതിയിൽ വായിച്ചതാണ്. എനിക്ക് ആ പരാതി വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. അവിടെ 55ഓളം കുട്ടികളുണ്ടെന്നാണ് പറഞ്ഞത്, ശരിയാണോ? 56 കുട്ടികളാണ് വിവരാവകാശ നിയമപ്രകാരം ഉള്ളതായിട്ട് തെളിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഞാൻ പോയി അന്ന് പരിശോധിച്ചപ്പോൾ അറ്റൻഡൻസ് രജിസ്റ്ററിൽ 56 കുട്ടികൾ കണ്ടിട്ടില്ല. കാരണം അതായത് അവർ അഡ്മിഷൻ എടുത്ത രജിസ്റ്ററിൽ 56 കുട്ടികൾ കാണുന്നുണ്ട്. പക്ഷേ ഒരു അധ്യയന വർഷം വരുമ്പോഴത്തേക്ക് ജനുവരി മാസം, ഫെബ്രുവരി മാസം, മാർച്ച് അങ്ങനെ ഓരോ മാസം എടുക്കുമ്പോഴും എത്ര കുട്ടികൾ ഉണ്ടായിരുന്നാലും അത്രയും കുട്ടികളുടെ പേര് ആ രജിസ്റ്ററിൽ കാണേണ്ടതാണ്. പക്ഷേ അതങ്ങനെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ അവിടെ ഇവരുടെ ഭക്ഷണം എല്ലാം അവിടെ ആയിരിക്കുമല്ലോ, അപ്പോൾ ഈ 56 കുട്ടികൾ ആണ് രജിസ്റ്ററിലുള്ളത്. ശരിക്കും എനിക്ക് തോന്നുന്നു അവർ 20 താഴെ കുട്ടികളെ വരുള്ളായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയെങ്കിൽ ആ ഫുഡിന്റെ കാര്യത്തിലും മറ്റു കാര്യത്തിലും എന്തെങ്കിലും ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ? അതിലെന്തെങ്കിലും തീരുമാനം നടത്തിയത് ശ്രദ്ധപ്പെട്ടോ? ആരെങ്കിലും പറയോ? പറഞ്ഞിട്ടുണ്ട്. അതായത് വിവരാവകാശം കൊടുത്തിട്ടുള്ള ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, 20 കുട്ടികളുടെ കണക്ക് വെച്ചിട്ട് ഒരുപാട് കുട്ടികളുടെ എണ്ണത്തിൽ കൂട്ടി എഴുതിയിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് ഉദ്യോഗസ്ഥരാണ് ഇതെല്ലാം നോക്കേണ്ടത്. നമുക്ക് അവരുടെ രജിസ്റ്റർ പരമായിട്ട് അവർ ഓരോ ഭക്ഷണ കാര്യങ്ങളിൽ എല്ലാം ഇംപ്ലിമെന്റിങ് ചെയ്ത് കൊടുക്കുന്നത് ഇവിടുത്തെ അസിസ്റ്റന്റ് സെക്രട്ടറിയാണ്. അപ്പൊ അവർക്കേ അറിയാൻ പറ്റുള്ളൂ ഇതെന്താണ് ഏതാണ് കണക്ക് കാര്യങ്ങളൊക്കെ അവരാണ് നോക്കുന്നത്. ഞാൻ ഒരു നിമിഷം അന്ന് അതായത് പോയി ഒന്ന് രജിസ്റ്റർ ഒന്ന് മറിച്ചതിനാണ് അവരെന്റെ അടുത്ത് ഈ ഒരു പ്രകോപനപരമായിട്ടുള്ള രീതിയിലേക്ക് എന്നിലേക്ക് വന്നത്. അതിൽ വാഹനം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു, ഇപ്പം വാഹനം ഇല്ല എന്നാണ് പറയുന്നത്. ആ വാഹനം ഓടിക്കൊണ്ടിരുന്നത് ഈ പറയുന്ന പ്രദേശങ്ങളിൽ വാഹനം ഓടുമായിരുന്നു. ഒരു ദിവസം കുട്ടികളുടെ എണ്ണം കുറവാണെങ്കിൽ വാഹനത്തിന് ഓട്ടം കുറവായിരിക്കാനാണ് സാധ്യത. തീർച്ചയായിട്ടും അതിലും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് കേട്ടു. അതും എന്നിലേക്ക് അതായത് പറഞ്ഞു കേട്ടു. ഇവിടെ കമ്മിറ്റിയിൽ പല മെമ്പർമാരും പറഞ്ഞു. അതായത് 150, 138 കിലോമീറ്റർ വരെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഈ ലൊക്കാലിറ്റിയിൽ ഓടുമ്പോഴത്തേക്ക് അത്രയും കിലോമീറ്റർ ഇല്ല എന്നാണ് അവര് അത്രയാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷെ അവര് വിവരാവകാശം കൊടുത്ത് അതിന്റെ രേഖ എടുത്ത ആൾക്കാരുൾപ്പെടെ പറയുന്നത് ഇത്രയും വരില്ല എന്ന് അവരുടെ തെളിവ് സഹിതം എന്നെ കാണിച്ച് പറയുമ്പോഴത്തേക്ക് എനിക്ക് അതിൻ്റെ കൂടെ നിൽക്കാനേ, ജനങ്ങൾക്കൊപ്പം നിൽക്കാനേ വാർഡ് മെമ്പർ എന്ന നിലയിൽ എനിക്ക് സാധിക്കുകയുള്ളൂ. കാരണം ഈ അഴിമതിക്ക് ഒരു കാരണവശായിരുന്നാലും ഞാൻ കൂട്ടു നിൽക്കില്ല. അത് ആര് നിന്നിരുന്നാലും ശരി, ഞാൻ നിൽക്കില്ല. ഇതിനു മുന്നേ എന്നിൽ കുറച്ച് അവിടുത്തെ കണക്കുകൾ കാര്യങ്ങളിൽ കുറച്ച് തട്ടിപ്പുകൾ കണ്ടതുകൊണ്ട് ഞാൻ അവിടെ പോയി അവരുടെ അടുത്ത് ഞാൻ ഇതുപോലെ സൂചിപ്പിച്ചു. ആദ്യ തുടക്കത്തിൽ ഒരു 6 മാസത്തോളമായി എന്നാണ് എൻ്റെ ഒരു ഇത്. അത് ഞാൻ അവിടെ പോയി ചോദിച്ചപ്പോഴത്തേക്ക് അവർ വളരെ മോശമായിട്ടും അവിടുത്തെ ഡ്രൈവറും അവിടുത്തെ ടീച്ചറും കൂടെ ഒരു അടിക്കാൻ വരുന്ന കണക്കിന്, അതായത് ഒരു രേഖയും പരിശോധിക്കാൻ പാടില്ല, അഴിമതി ഉള്ളത് കൊണ്ടാണല്ലോ അവിടെ ഇങ്ങനെ ഇത്ര കള്ളത്തരം ഇങ്ങനെ വന്നത്, എനിക്ക് നേരെ ഇങ്ങനെ വന്നത്. അപ്പോഴത്തേക്ക് ഞാൻ അതവിടെ കമ്മിറ്റിയിൽ വന്നപ്പോൾ ചർച്ച ചെയ്യുകയും ഐക്യകണ്ഠേന എല്ലാവരും കൂടെ തീരുമാനിച്ചു അവരെ കുറച്ച് ദിവസത്തേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണത്തിന് വേണ്ടിയിട്ട് പറയുകയും ചെയ്തു. എന്നാൽ അവർ ഒരു ദിവസം പോലും അവിടെ അന്ന് മാറി നിന്നിട്ടില്ല. കാരണം അവർ അവരുടെ രാഷ്ട്രീയത്തോടു കൂടി അവിടെ തുടർന്ന് പ്രവർത്തിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിനുശേഷം ഞാൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥരടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു അവിടെ അഴിമതിയുണ്ട്, അത് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വന്നത്. പക്ഷേ വാർഡ് മെമ്പർ എന്ന നിലയിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ എന്നെ ഒന്നും അറിയിച്ചിട്ടില്ല. ഈ നിമിഷം വരെ ഇങ്ങനെ ഒരു വിഷയമുണ്ട് എന്ന് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ജനങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരിത് വെച്ചിട്ടാണ് ഞാനിവിടെ കമ്മിറ്റിയിൽ ഞാൻ പറഞ്ഞു, ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ടീച്ചറെ, അഴിമതി
അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ അവരെ അന്വേഷണ വിധേയമാക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കമ്മിറ്റിയിൽ ഞാൻ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവരെ അന്വേഷണ വിധേയമാക്കിക്കൊണ്ട് പുതിയൊരു ടീച്ചറെ എടുക്കുകയും നോട്ടിഫിക്കേഷൻ ചെയ്ത് ക്വാളിഫിക്കേഷനുള്ള ടീച്ചറെ അവിടെ എടുക്കുകയും പിന്നെ അവിടുത്തെ ഇനി ആർക്കും ഒരു കുഞ്ഞുങ്ങൾക്ക് പോലും ഒരു ബുദ്ധിമുട്ടും വരാതെ ബഡ് സ്കൂളാണ്. നമ്മളെ പോലെയുള്ള നമ്മുടെ സാധാരണ കുട്ടികൾ ജീവിക്കുന്ന രീതിയല്ല അവിടുത്തെ കുട്ടികൾ. കാരണം നടക്കാനോ ഇരിക്കാനോ സംസാരിക്കാനോ കഴിയാത്ത കുട്ടികളാണ്. അവിടെ നിന്ന് 1 രൂപയോ ആയിരുന്നാലും എന്തിൻ്റെ പേരിലായിരുന്നാലും അഴിമതി എന്ന് പറയുമ്പോൾ കാശ് പരമായിട്ടുള്ള അഴിമതി അല്ലെങ്കിൽ എന്തിൻ്റെ അഴിമതി ആയിരുന്നാലും അത് തുടർന്ന് അനുവദിക്കാൻ പാടില്ല എന്ന് വാർഡ് മെമ്പർ എന്ന നിലയിൽ ഞാൻ ശക്തമായിട്ട് ഇവിടെ കമ്മിറ്റിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇവരെ ഇപ്പോൾ താൽക്കാലികമായിട്ട് മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണത്തിന് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സ്കൂള് ഇപ്പോൾ പഴയ നിലവാരത്തിൽ തന്നെ വീണ്ടും തുടർന്ന് പോകുന്നതിനുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഉള്ളത്. ഇതിനിടയ്ക്ക് നമ്മളിപ്പോൾ യാത്രാ സൗകര്യത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നിലവിലുണ്ടായിരുന്ന വാഹനം ഇപ്പോൾ അത് തുറന്ന് വരാനുള്ള ബുദ്ധിമുട്ട് വാഹനത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ്. പുതിയ വാഹനം കണ്ടെത്തി തരാൻ പുള്ളിക്ക് കഴിയാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് പകരം ഒരു വാഹനം ഇന്ന് തന്നെ അറേഞ്ച് ചെയ്ത് തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ വാഹനത്തിൽ തന്നെ കുട്ടികളെ എടുക്കുന്നതിനുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണ്. ഇതിനിടയ്ക്ക് ഒരാഴ്ച താൽക്കാലികമായിട്ട് അടച്ചിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് 2 കാര്യങ്ങളാണ്. കഴിഞ്ഞ വർഷം നമ്മൾ വെക്കേഷന് ഒരു 15 ദിവസത്തോളം വെക്കേഷനായിട്ട് കൊടുത്തിരുന്നു. അപ്പോൾ എങ്കിലും അത് ജില്ലാ മിഷൻ അങ്ങനെ വെക്കേഷൻ പറയുന്നില്ലെങ്കിൽ പോലും പ്രത്യേക സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷം നമ്മൾ 15 ദിവസത്തോളം കൊടുത്തു. കാരണം ഈ ജീവനക്കാർ ഒരേ കണക്ക് ജോലി ചെയ്യുന്നവരുണ്ട്, അവർക്കൊരു റിലാക്സേഷനും ഒക്കെ വേണ്ടിയിട്ടാണ്. ഈ വർഷവും അതങ്ങനെ ആലോചിച്ച് വരുമ്പോഴാണ് ചെറിയ ചെറിയ അലോസരങ്ങൾ ജീവനക്കാർ തമ്മിൽ ഉണ്ടായതായിട്ട് ശ്രദ്ധയിലും പെട്ടിരിക്കും. അപ്പോൾ അത് ഒരളവ് വരെ പരിഹരിച്ചുകൊണ്ട് അതിന് പകരം സംവിധാനം ഉണ്ടാക്കി. ഇപ്പോൾ 30-ാം തീയതി കൂടിയ പഞ്ചായത്ത് കമ്മിറ്റി കാര്യങ്ങളെ സംബന്ധിച്ച് വിശദമായി ചർച്ച ചെയ്തു. അതിന് പരിഹാരങ്ങളും ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ ഉണ്ടായിരുന്ന ടീച്ചറിനെ തൽക്കാലം മാറ്റി നിർത്തിക്കൊണ്ട് പുതിയ ഒരു ടീച്ചറിനെ ഇതിനിടയ്ക്ക് ട്രെയിനി ആയിട്ടുണ്ടായിരുന്ന ടീച്ചറിനെ വെച്ചിട്ടാണ് ഇപ്പോൾ സ്കൂളിൽ നിന്ന് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. എന്തായാലും ബഡ് സ്കൂള് പൂവച്ചലിൻ്റെ ഒരു അഭിമാന പ്രശ്നമാണ്. അതിനകത്ത് ആ സ്കൂളിന് മറ്റൊരു കളങ്കവും വരാനും മറ്റൊരു പ്രതിബന്ധവും വരാൻ പഞ്ചായത്ത് ഒരു കാരണവശാലും അത് അനുവദിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ അടിയന്തരമായി തന്നെ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിച്ചുകൊണ്ട് വളരെ സജീവമായി തന്നെ സ്കൂളിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത്. അവിടുത്തെ കണക്കുകളായിട്ട് ബന്ധപ്പെട്ട ചില ഇഷ്യൂസും പിന്നെ ഒരു വ്യാജസീൽ ഉണ്ടാക്കിയുള്ള ആരോപണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അത്രയും ശ്രദ്ധപ്പെട്ട അത് മുമ്പ് ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ ഇങ്ങനെ ഒരു പരാതി വന്നിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ അത് പരിശോധിച്ചു. അപ്പോൾ ആ പറയുന്ന പരാതിയിൽ കഴമ്പില്ല. കാരണം അതിനകത്ത് ഉണ്ടായിരുന്നത് ഈ ലോക്കൽ പർച്ചേസാണ് പലയിടത്തും ചെയ്തുകൊണ്ടിരുന്നത്. കൊട്ടേഷൻ കൊടുത്തിട്ടുള്ള പർച്ചേസ് അല്ല ഉണ്ടായിരുന്നത്. അപ്പോൾ ലോക്കൽ പർച്ചേസ് ആകുമ്പോൾ തന്നെ അതിന് ഔദ്യോഗികമായിട്ട് വരുമ്പോൾ അതിന് ബില്ല് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനത്തിൽ നിന്ന് ബില്ല് സബ്മിറ്റ് ചെയ്തുകൊണ്ട് അവരുടെ ആ ഒരു പരസ്പര ധാരണയിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ കണക്കിൽ വേറെ ക്രമക്കേടൊന്നും ഇല്ല എന്നുമാണ് അപ്പോഴത്തെ അങ്ങനെ പ്രിൻസിപ്പൽ എന്നൊരു പോസ്റ്റ് ഇല്ല. അപ്പോൾ ആ ഒരു പോസ്റ്റ് പിന്നെ ടീച്ചറാണ് പ്രിൻസിപ്പലിൻ്റെ സീല് ഉപയോഗിച്ചാണ് ചെയ്തത്. പക്ഷെ അത് ശരിയല്ല എന്ന് കണ്ടെത്തിക്കൊണ്ട് അത് അപ്പോഴേ തന്നെ ക്ലോസ് ചെയ്തു ആ വിഷയം. അതിനുശേഷം അങ്ങനെ ആ സീല് ഉപയോഗിക്കുന്നില്ല. ഇതുമായിട്ടൊരു ബന്ധമില്ല, ഈ വിഷയമായിട്ട് ബന്ധമില്ല. നിലവിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെ തന്നെ പരിഹരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ പുതിയ സാഹചര്യത്തിൽ ഇപ്പോൾ ഇതിനിടയ്ക്ക് വന്ന ഒരു ഇഷ്യൂ ഉണ്ട്. ആ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ അടിയന്തരമായി തന്നെ ഒരു അസിസ്റ്റൻറ്റ് സെക്രട്ടറി നേതൃത്വത്തിൽ അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് ഏറ്റവും അടുത്ത സമയത്ത് തന്നെ അതിൻ്റെ മുഴുവൻ വിവരങ്ങളും ഇപ്പോൾ തന്നെ അതിൻ്റെ അങ്ങനെ ഏതെങ്കിലും വിഷയം വന്നാൽ പോലും പരിഹരിക്കാനുള്ള സംവിധാനം നമ്മുടെ കയ്യിലുണ്ട്. കാരണം ഗ്രാൻഡ് ഇനത്തിൽ വന്ന ഒരു തുക നമ്മുടെ പഞ്ചായത്തിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അത് വെച്ച് പരിഹരിക്കാൻ കഴിയുന്ന അങ്ങനെ ഏതെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പോലും അതിനകത്ത് തിരിച്ചു പിടിക്കാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് അതൊരു വിഷയമായ ബസ്സുമായിട്ട് ബന്ധപ്പെട്ട് ബസ്സിൻ്റെ പ്രത്യേകിച്ച് അക്കൗണ്ടാണ്. ബസ്സിൻ്റെ അല്ലാതെ അവിടുത്തെ കണക്കുകളുമായി ബന്ധപ്പെട്ടിട്ടാണ് വരുന്നത്. അത് നമുക്ക് തീർച്ചയായും കൈകാര്യം ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അതിനകത്തുള്ള എമൗണ്ട് വരും, അത് വന്നാലും സാധ്യതയുള്ളൂ. എന്തായാലും വിശദമായി പരിശോധിച്ച്
കുറ്റമറ്റ രീതിയിൽ തന്നെ സ്കൂളിനെ കൊണ്ടുപോകാൻ തന്നെയാണ് ഗവൺമെൻറ് തീരുമാനം.